ഗുരു എന്ന് പറയുന്നത് ഒരു ആത്മാവാണ്. അപ്പം ഓരോ കുടുംബക്ഷേത്രത്തിലും ഓരോ തറവാടുകളിലും ഓരോ ഗുരു ഉണ്ടാവും. അത് ആ ഗുരു എന്ന് പറയുന്നത് ആ തറവാടിനെ സംബന്ധിച്ചോളം അവരെ ബ്ലഡ് റിലേഷനാണ്, അവരെ പൂർവികമായിട്ടുള്ള അതായത് ആചരിച്ചു പോരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ കുടുംബ കാവുകൾ ഉണ്ടാകാൻ കാരണം ഇയാളാണ്, ഗുരുവാണ്. ഈ ഗുരു പണ്ട് കാലത്ത് നമ്മൾ ഒക്കെ കേട്ടിട്ടുണ്ടാവും, ക്ഷേത്രങ്ങളിൽ ഹൈന്ദവ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം നിഷേധിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പല കുടുംബ പാരമ്പര്യങ്ങളിലും ഉണ്ടായ വ്യക്തികൾ, നല്ല അറിവുള്ള ആൾക്കാർ, പലതും പഠിച്ച പ്രകാരം ഇവർ വർഷങ്ങളോളം കുറച്ച് ദൂരെ പോയി, കാട്ടിലും അവിടെ ഇവിടെയൊക്കെ പോയി, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോയി തപം ചെയ്ത് അവർ ഉപാസിച്ചു കൊണ്ടുപോകുന്ന ദേവതയ്ക്ക് ഈ കുടുംബക്കാവിൽ പ്രതിഷ്ഠിച്ചതാണ് ഇതിന് കാരണം. അപ്പം ഓരോ സ്ഥലത്ത് ഗുരു ഉണ്ടാവും. അപ്പം ഗുരു എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ചിന്തിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, ഈ ഗുരുവാണ് ഈ ദേവതേൻ്റെ ഒക്കെ എല്ലാം തലതൊട്ടപ്പൻ. അതായത് ഈ ഗുരുവിനോട് നമ്മളെ വിഷമം, ആദ്യം നമ്മളെ പ്രശ്നം പറഞ്ഞെങ്കിൽ മാത്രമേ മറ്റുള്ള ദേവതയിൽ നിന്നും അതിൻ്റെ ഒരു കയ്യൊപ്പ് നമുക്ക് കിട്ടുള്ളൂ. ഗുരുവാണ് നമ്മൾക്ക് അത് പാസ്സാക്കി തരുന്ന ആൾ. അപ്പോൾ ഗുരുവിനോട് വേണം പറയാൻ. അതേമാതിരി ഗുരുവിന് വേണം ആദ്യം കുടുംബക്കാവുകളിൽ വിളക്ക് എത്തിക്കാനും പൂജ ചെയ്യാനും. ഗുരുവിന് ചെയ്തിട്ടേ മറ്റുള്ള ദേവതകൾക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു പ്രമാണമുണ്ട്. അതായത് പ്രധാനം എന്താ സംഭവിച്ചാൽ, ഗുരു ആണല്ലോ ഇതിൻ്റെ ആള്, ഗുരു ആണല്ലോ ഇത് കൊണ്ടുവന്നത്. ഗുരു കാരണമാണ് നമുക്ക് ഇങ്ങനെ ഒരു കുടുംബ ദേവതേനെ കിട്ടാൻ കാരണം പരദേവതയെ ഉപാസിച്ച് അയാൾ ആ ഗുരു അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ്. പിന്നെ ഈ ഗുരു അവിടെ എങ്ങനെയായി എന്ന് പറഞ്ഞാൽ, വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഗുരു സമാധിയാകുകയാണ്. സമാധി എന്ന് പറഞ്ഞാൽ ആ ഗുരുവിൻ്റെ ആത്മാവിന് മോക്ഷമില്ല, അയാൾ അവിടെ കിടന്ന് അലിയും. പിന്നെ ഒരു പ്രശ്നം വെച്ചിട്ട് ഗുരുവിൻ്റെ ഒരു ദോഷമുണ്ടെന്ന് പറയുമ്പം അതിനെ ഒരു ദാരുപീഠത്തിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ് പതിവ്. അങ്ങനെയാണ് ഗുരുസന്നിധി എന്ന് പറഞ്ഞ മാതിരി ഗുരുവിൻ്റെ ഒരു പീഡാവസ്ഥ ഗുരുവിനെ അവിടെ സങ്കല്പിച്ച് നമ്മളവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഗുരുവാണ് ഇപ്പോൾ അവിടുത്തെ ഒരു ദേവതാ ചൈതന്യത്തിൻ്റെ പ്രധാന സംഭവം.